കാനഡയിൽ പ്രധാനമന്ത്രി പുതിയ ആൾ അധികാരമേറ്റിരിക്കുകയാണ്. അദ്ദേഹം മാർക്ക് കാർണി. അദ്ദേഹം ലേബർ പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും അമേരിക്കയുമായി താരിഫിൻ്റെ കാര്യത്തിൽ ചർച്ചകൾ തുടരുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ ട്രൂഡോ മാറി കാർണി വരുന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ബേസിക്കലി ബാങ്കറാണ്. കാനഡയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ, റൊമാൻറ്റിക് തലം വിട്ടിട്ട് കാനഡയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ആയിരിക്കാം കൂടുതൽ. ബാങ്കേഴ്സ് അങ്ങനെയാണല്ലോ, കൂടുതൽ റിയലിസ്റ്റിക് ആയിരിക്കും ചെയ്യാൻ സാധ്യതയുള്ളത്. ട്രൂഡറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ട്രൂഡോ പിന്നെ കുറച്ച് റൊമാൻറ്റിക് ആയിരുന്നു, കുറച്ച് ഇമോഷണലായി, ലിബറൽ സെക്യുലർ കാര്യങ്ങളോടൊക്കെ കുറച്ചും കൂടി ഒരു അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാവില്ല. ബാങ്കറെ സംബന്ധിച്ചിടത്തോളം അയാളൊരു എന്താണ് വരട്ടുവാദിയായിരിക്കും. വരട്ടുവാദി അല്ലെങ്കിൽ വളരെ ഡ്രൈ ആയ ഒരു മനുഷ്യനായിരിക്കും. ഈ പേഴ്സണൽ ലൈഫ് അങ്ങനെ ആണോന്നില്ല, അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് ട്രൂഡോയുടെ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും അത് പിന്നെ ഇവരെല്ലാം തുടങ്ങുന്ന സമയത്ത് എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിരിക്കും എന്നൊക്കെ താലിബാൻ തുടങ്ങിയ സമയത്ത് കൂടി പറഞ്ഞതാണ്. ഇന്ത്യയായിട്ട് നല്ല ബന്ധമായിരിക്കും, ഞങ്ങൾക്ക് പ്രശ്നമില്ല, അമേരിക്കയായിട്ട് നല്ല ബന്ധമായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അതിന് അന്ന് കെട്ടിത്തൂക്കിയ നജീബുള്ള കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ കണ്ടത് എന്തായി എന്നുള്ളത്, കണ്ടഹാറിലെ വിമാനതാഞ്ചലും പിന്നെ അമേരിക്കയിലെ ടിൻഡോ അടിച്ചിടലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. അത് നമ്മൾ കേട്ടതൊക്കെ ശരിയാണെങ്കിൽ, എന്നുവെച്ചാൽ ടിൻഡോ അടിച്ചിട്ട് പല വ്യാഖ്യാനങ്ങളുണ്ട്, അതിൽ നമ്മൾ കേട്ടത് ശരിയാണെങ്കിൽ നമ്മൾ കണ്ടു. അപ്പം ഇതിൽ കനേഡിയൻ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കനേഡിയൻ പൊളിറ്റിക്സിൽ പോപ്പുലേഷന് വലിയ പാർട്ടല്ല, സിഖുകാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ ജൂതർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അമേരിക്കൻ പൊളിറ്റിക്സിൽ. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ജൂതന്മാരുടെ എണ്ണം കുറവാണ്, പക്ഷേ അവർ സാമ്പത്തിക ശക്തിയാണ്. അവിടെ 6%ആണ് പ്രധാനമന്ത്രി, പ്രസിഡൻ്റാണ്, പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവണം എന്നുവരെ തീരുമാനിക്കുന്നവരാണ്. അതേപോലെ തന്നെ കാനഡയിൽ സിഖുകാർ സാമ്പത്തിക ശക്തി എന്ന് മാത്രമല്ല, ചില പോക്കറ്റുകൾ അവർ സ്ട്രോങ് ആണ്. ഈ പോക്കറ്റുകളിലെ വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് അവർക്ക് ജയിക്കാനും പറ്റും. അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവിടുത്തെ ഹങ് പാർലമെൻ്റൊക്കെ വരുന്ന സമയത്ത് അത് നിർണായക ശക്തി കനേഡിയൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നു. പിന്നെ മാത്രമല്ല അവരങ്ങനെ നിലനിർത്തി അമേരിക്കയ്ക്ക് വലിയൊരു പങ്കുണ്ട്. കാരണം സിഖുകാർ എപ്പോഴും വിഘടനവാദികളാണ്, അതിലൊരു എപ്പോഴും വിഘടനവാദികളാണ്. അപ്പോൾ ഈ വിഘടനവാദത്തിൽ ഇന്ത്യയിൽ സിഖുകാർ നടന്ന വിഘടനവാദ ടെൻഡൻസികൾക്ക് ഫണ്ട് ചെയ്യുന്നത് അതിലൊന്ന് CIA ആണ്, കാനഡ അല്ല. CIA ഇപ്പോൾ അടുത്ത കാലത്തല്ലേ ഇന്ത്യക്ക് അനുകൂലമായത്. ഇപ്പം പട്ടേൽ അവിടെ അതിൻ്റെ ചീഫായെന്ന് വിചാരിച്ച് പൂർണ്ണമായി ഇന്ത്യക്ക് അനുകൂലമാണെന്ന് ചോദിച്ചാൽ, പട്ടേൽ ബേസിക്കലി ആ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ അവിടെ ഇരിക്കുന്നത്. നമ്മൾ സമാധാനത്ത് നിൽക്കുമ്പോൾ പോലും അവരിവിടെ ഫണ്ട് ചെയ്യുകയും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ ഇൻഡയറക്റ്റ്ലി അവർ നടത്തുന്നുണ്ട്. അതൊക്കെ ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ അവിടെ ഒരു ഇന്ത്യക്കാരൻ വന്ന് അല്ലെങ്കിൽ ഇന്ത്യ അനുകൂല ഗവൺമെൻറ് പൂർണ്ണമായിട്ട് അവർ നിർത്തുന്നില്ല. അവരൊരു വളരെ 10-500 വർഷത്തേക്കുള്ള സ്ട്രാറ്റജിക് അജണ്ടയാണ്. അതിൻ്റെ ഫണ്ടിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും. അത് നേരിട്ട് അവർ ചെയ്യില്ല. അവർ ചെയ്യുന്ന കാനഡ വഴി ഷെൽ കമ്പനികൾ ഉണ്ടാക്കി കനേഡിയൻ സിറ്റിസൺ സിഖുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ വഴി അത് ഇങ്ങോട്ട് പമ്പ് ചെയ്യിപ്പിക്കും. നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലാണ് പണം വരുന്നത്. നിങ്ങൾ ഈ മുസ്ലിം തീവ്രവാദികളൊക്കെ പൈസ ഇട്ടുന്ന മുസ്ലിം സൗണ്ട് ഇടുന്ന ഈ പൈസ ഇടുന്ന പാകിസ്ഥാന്ന് മാത്രം തന്ന പാകിസ്ഥാൻ സ്വന്തം കാര്യം നോക്കാൻ ഗതിയില്ല നിൽക്കുന്ന അവസ്ഥയാണ്. ഈ ഫണ്ട് ഇടുന്ന പാകിസ്ഥാൻ വഴി, പാകിസ്ഥാൻ വഴിയാണ് ഇടുന്നത്. പാകിസ്ഥാൻ വഴി വന്നിട്ട് അത് വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്യും. ദുബായി പോയിട്ട് വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് നിങ്ങൾ മുസ്ലിംസ് തേടി പിടിച്ച് പോയാൽ മുസ്ലിംസ് ആയിരിക്കില്ല ഇവിടെ എത്തിക്കുന്ന വേറെ ആളുകളാണ്. നിങ്ങളവർ സംശയിക്കുക പോലുമില്ല. അതാണ് ആ നെക്സസ്, അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊന്നും ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ല. കാരണം ഇവരൊക്കെ ഈ ലിങ്ക് നേരെ CIA ആയിട്ട്. CIA ഈസ് ദാറ്റ് പവർഫുൾ. കർട്ടന് പുറകിലിരുന്നുള്ള കളിയാണ്. അപ്പം ഒരുപാടൊന്നും പ്രതീക്ഷിക്കണ്ട, ഒരുപാടൊന്നും അങ്ങനെ ഇന്ത്യ അനുകൂല നിലപാടൊന്നും പ്രതീക്ഷിക്കേണ്ട. സിഖുകാരെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല. അതൊരു ഘടകം. പിന്നെ രണ്ടാമത് കാനഡയ്ക്ക് ഗുണകരമായിട്ടുള്ള തീരുമാനങ്ങളെടുക്കും. അത് പ്രudent ആയിട്ടുള്ള തീരുമാനങ്ങളെടുക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു പക്ഷേ ജസ്റ്റിൻ ട്രൂഡോറിനെ പോലെ ഓപ്പണായിട്ട് ഇന്ത്യനെ അറ്റാക്ക് ചെയ്യുക, അത്ര വളരെ ഓപ്പണായിട്ട് ഖലിസ്ഥാൻവാദികളെ അതുണ്ടാവില്ല. അത് പക്ഷേ മറ്റൊരു രീതിയിൽ നടക്കും. കുറച്ചും കൂടി ആ കാര്യത്തിൽ ബാലൻസ്ഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. ബാങ്കന്മാർ എത്ര ദേഷ്യം പിടിച്ചാലും നിങ്ങളോട് ഗെറ്റ് ഔട്ട് എന്ന് പറയില്ലല്ലോ, എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്നല്ലേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രതീക്ഷ, അതായത് മാറ്റം ഉണ്ടാകാൻ പോകുന്നു. ഈ പണത്തിന്റെ കൊടുക്കൽ വാങ്ങലാണല്ലോ പ്രധാന. നമ്മളവിടെ ഇരിക്കും. ഇപ്പം ഉദാഹരണമായിട്ട് നമ്മുടെ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിട്ട് ശോഭിക്കാൻ കാരണം എന്താ? അബ്ദുൽ കലാമിന്റെ മനസ്സിൽ ഈ നിത്യനിദാന പ്രശ്നങ്ങൾ വ്യവഹരിക്കുന്നതല്ല.
അദ്ദേഹം എല്ലാം വലിയ തോട്ടിൻ്റെ ആളാണ്. എങ്ങനെ ഒരു റോക്കറ്റ് അയക്കാം, സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാം, ഇങ്ങനെയുള്ള തോട്ട്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള ചിന്താഗതി അങ്ങനെ തന്നെയാണ്. അതായത് സംസാരത്തിൽ ചെറിയ വിഷയങ്ങളൊന്നും വരില്ല. അതായത് വലിയ സ്വപ്നങ്ങളും വലിയ കാര്യങ്ങളും, അതിൽ ശത്രുക്കളും ഇല്ലല്ലോ. അതിന്റെ പ്രയോജനം നാട്ടുകാർക്ക് എല്ലാം കിട്ടണം. സ്പേസ് ടെക്നോളജിയിൽ ശത്രുക്കളില്ല. അത് വലിയ ആദ്യം അങ്ങനെ നേരിട്ടൊരു ശത്രു നിങ്ങൾക്ക് ഇല്ലല്ലോ. പക്ഷെ ഒരു പട്ടാളക്കാരൻ സംസാരിക്കുമ്പോൾ അങ്ങനെ അയാൾ ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് എനിമീസ്, കൺഫ്രണ്ടേഷൻസ്. പക്ഷെ നിങ്ങൾ അബ്ദുൽ കലാമിന്റെ ടോക്ക് എടുത്ത് നോക്ക്, അതാണ് അതിന്റെ വ്യത്യാസം. നിങ്ങൾ എന്ത് ജോലി അജാതശത്രു എന്ന് പറയാം. അതെ. അപ്പം നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ അമിത്ഷാ ബേസിക്കലി വൈശ്യനല്ലേ. വൈശ്യൻ എന്ന് വെച്ചാൽ കച്ചവടക്കാരൻ. അമിത്ഷാന്റെ ചടങ്ങിയ ബുദ്ധിന്റെ കാരണം എന്താണ്? കച്ചവടക്കാരന്റെ ബുദ്ധിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ പറയാൻ നിങ്ങളെടുത്ത് നരേന്ദ്രമോദി വേറെ ടൈപ്പ് ആളാണ്. നരേന്ദ്രമോദി അല്ല, ഇനി ബുദ്ധി കേന്ദ്രം അമിത്ഷാ ആണ്. വേറൊന്ന് പ്രവീൺ തൊഗാഡിയായിരുന്നു. പ്രവീൺ തൊഗാഡി അമിത്ഷയും രണ്ട് സൈഡിൽ സർജനാണ്. പക്ഷെ അതിൽ കൂടുതലായിട്ട് മൂപ്പരൊരു പൊളിറ്റീഷ്യനാണ്, പൊളിറ്റിക്കൽ സർജനായിരുന്നു. പ്രവീൺ തൊഗാഡിയെ പറ്റി ഞാൻ കേട്ടത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ഓർത്തോ സർജന്മാരിൽ ഒരാളാണ് പോലും. ക്യാൻസർ സർജൻ ആണല്ലേ. അപ്പം എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം അതിന്റെ എല്ലാ കാര്യവും അദ്ദേഹത്തിനുണ്ട്. ഒരു സർജന്റേതായിട്ടുള്ള പൊസിഷൻ അല്ല, അത് ക്യാൻസർ സർജനെ സംബന്ധിച്ച് ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ഭാഗത്തെ മുറിച്ച് കളയാൻ അദ്ദേഹത്തിന് അവിടെ യാതൊരു ഇതുമില്ല, ഒരു വിഷമവും ഇല്ലാതെ എനിക്കത് ചെയ്യുന്നു. അത് നോക്കിയാൽ മതി. ഈ രോഗി എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതെ, അത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ അമിത്ഷാനെ നോക്കിയാൽ മതി. നരേന്ദ്രമോദി നരേന്ദ്രമോദിന്റെ വിഷനാണ്. നരേന്ദ്രമോദി എപ്പോഴും ടോക്കിംഗ് അബൌട്ട് ഈസ് ഓൾവേസ് കൺസേൺ അബൌട്ട് ദ നേഷൻ. അത് ഞാനിപ്പം പറയുന്നതല്ല. നരേന്ദ്രമോദിയെ പറ്റി ആദ്യം നമുക്കൊന്നും അറിയില്ലായിരുന്നല്ലോ. ആദ്യം നമുക്ക് RSSന്റെ ഒരു പ്രചാരകൻ ഭയങ്കര തീവ്ര ചിന്താഗതിക്കാരൻ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസ് ഇപ്പോഴാണ് പുറത്ത് വരുന്നത്. കാരണം ഇപ്പോഴാണ് ഈ ജിയോ വന്നതോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ ഈ കളിക്കുന്നത്, ഈ നെറ്റൊക്കെ കളിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അന്നേ അദ്ദേഹത്തിൻ്റെ സംസാരം ആ രീതിയിലാണ്, ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. അതിലൊരു ഹിന്ദുത്വ സ്റ്റേറ്റ്സ്മാനാണ്. അതാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ നിങ്ങൾ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ജോലി ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ജേർണലിസ്റ്റുകളൊക്കെ ഈ അഡ്മിനിസ്ട്രേഷനിലേക്ക് വന്നാൽ പലപ്പോഴും ഭയങ്കര പരാജയമായിരിക്കും. അതെ, കാരണം അവർ അവിടുന്ന് കേട്ട് എഴുതിയെടുക്കുക എന്നല്ല വേറെ പണി അവർ ചെയ്യുന്നുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട. വക്കീലന്മാരെന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ വിജയിക്കുന്നത്? വക്കീലന്മാരെ കള്ളം പറയാൻ ട്രെയിൻഡാണ്. അപ്പം രാഷ്ട്രീയത്തിൽ ഏറ്റവും വേണ്ടത്, ഇന്ത്യൻ രാഷ്ട്രീയം എസ്പെഷ്യലി കള്ളം പറയാന്നുള്ളതാണ്. വളരെ വിദഗ്ധമായി കള്ളം പറഞ്ഞ് സമർത്ഥിക്കാനുള്ള കഴിവാണ്. നോക്കിയാൽ മതി. അത് അപ്പോൾ ജോലി ഒരു ഘടകമാണ്. അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അങ്ങ് മാറിക്കഴിഞ്ഞു. ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ RSSൽ അധികം ഈ പറയുന്ന വക്കീലന്മാരില്ലാന്ന് എനിക്ക് തോന്നുന്നു. അവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വക്കീലന്മാരുടെ ജില്ലാ സമ്മേളനമാണ്. പ്രധാനപ്പെട്ട എല്ലാവരും വക്കീലന്മാരായിരിക്കും. അതൊരു ട്രെയിനിങ് ആണ്, മനസ്സിലായി? പൊളിറ്റിക്സിലേക്ക് കടന്നു വരാനുള്ള ഒരു ട്രെയിനിങ്. അപ്പം മൻമോഹൻ സിംഗിനെ നിങ്ങൾ നോക്കൂ. മൻമോഹൻ സിംഗ് അനാവശ്യമായി സംസാരിക്കില്ല. കള്ളമൊന്നും പറയാൻ സാധിക്കും. ഇക്കണോമിക്സ്റ്റ് ആണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം നിങ്ങൾ എന്താണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ അതേപോലെ ഇദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആയതുകൊണ്ട് ആ രീതിയിൽ പ്രൊഡൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ബാങ്കുകാരെ നമുക്കറിയാലോ, 3 അടവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ജപ്തിയിലേക്ക് പോകും. അങ്ങനെ ചില തീരുമാനങ്ങൾ പൊളിറ്റിക്സിൽ എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് അവിടെയാണ് പ്രശ്നം. അവിടെയാണ് രാഷ്ട്രീയ വക്കീലന്മാരുടെ ഈ ഒരു നയതന്ത്ര ഫ്ലെക്സിബിലിറ്റി, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റി ആവശ്യമായിട്ട് വരും. ഈ നരേന്ദ്രമോദി അമിത്ഷാ തമ്മിൽ പലപ്പോഴും എനിക്ക് അമിത്ഷാ ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിരിക്കും. എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ നരേന്ദ്രമോദി ഇടപെട്ടിട്ട് അതങ്ങോട്ട് ലൂബ്രിക്കൻ്റ് എന്ന രീതിയിൽ മോഡി ഇടപെടും എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പരിഹാരം കണ്ടെത്തണം. അതെന്ന് വെച്ചാൽ അത് അങ്ങേർക്ക് പറ്റണമെന്നില്ല. അങ്ങനെ ബേസിക്കലി ഒരു ബിസിനസ് മെന്റാലിറ്റി. ബിസിനസിന്റെ പ്രശ്നത്തിൽ ലാഭമാണ്, പക്ഷേ മോഡിക്ക് പറ്റും. മോഡിക്ക് ലാഭ താല്പര്യമില്ല. ഇതാണ് ഇവരുമുള്ള കെമിസ്ട്രി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതേപോലെ കാനഡയിലും നമുക്ക് അത് പ്രതീക്ഷിക്കാം. എന്തായാലും വരട്ടെ, ഭാവി എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.